എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാർക്ക് ഈ വ്യാഴം ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമ്മൾ ഏകദേശം ഒരാഴ്ച മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൽ പറയാൻ പോകുന്ന ഫലപ്രവചനങ്ങൾ. കാരണം ഇത് ഭാഗ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ രാശിഫലമാണ്. വാസ്തവത്തിൽ ഈ ഗുരു സംക്രമണം നടക്കുന്നത് ഈ പറഞ്ഞ ഒക്ടോബർ 18 ഈ കർക്കിടകൻ രാശിയിലേക്കാണെങ്കിലും അതിൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് അടുത്ത ആഴ്ച, അതായത് ഒക്ടോബർ ആദ്യവാരം മുതലായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വ്യാഴം 2, 5, 7, 9, 11 ഈ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും സ്വക്ഷേത്രവും മൂലത്രികോണ സ്ഥാനവും ആയതുകൊണ്ട് തന്നെ ഇതിൽ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാർക്കും ഈ കാലയളവിൽ, അതായത് നവരാത്രി ഏതാണ്ട് അവസാന കാലഘട്ടം മുതൽ അങ്ങോട്ട് ഒക്ടോബർ 18 വരെയുള്ള ആ ഒരു കാലയളവിൽ വൻ സാമ്പത്തിക നേട്ടങ്ങൾക്കാണ് നിങ്ങൾക്ക് യോഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നിങ്ങൾ ലോട്ടറി പോലുള്ള വാതുവെപ്പുകളിൽ ഏർപ്പെട്ടാൽ അതിൽ നിന്നും കേവലം ഒരു സമ്മാനമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകം ഒരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ സമയത്തുള്ള നക്ഷത്രഫലം കൂടി വിശദമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ആ സമയത്തുള്ള നിങ്ങളുടെ മാനസിക ശാരീരിക പ്രകടനങ്ങളും കൂടി ഇതിൽ ചേർത്താൽ മാത്രമേ ഈ ഫലപ്രവചനങ്ങൾ അത് പരിപൂർണമാവുകയുള്ളൂ. അതുകൊണ്ടാണിത് ചേർത്ത് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഫലം പറയുമ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ ഭാഗ്യ നമ്പറും കൂടി അങ്ങോട്ട് ചേർത്ത് പറയാം. അപ്പോൾ ശരി, ആദ്യം പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തിവെക്കും എന്നാണ്. അതിനുശേഷം നിങ്ങളുടെ ഭാഗ്യ നമ്പറും പറയാം. ഇവിടെ നിങ്ങളുടെ ജാതകത്തിൽ ഈ സമയം കേസരി യോഗം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ പൊടിപൂരമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും ഒരു കാര്യം ഓർപ്പിച്ചോളൂ, കുഴഞ്ഞു മറിഞ്ഞ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ആർജവം ഈ കാലയളവിൽ നിങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല ഈ കാലയളവിൽ നിങ്ങൾക്ക് ഭാഗ്യവും അനുഭവ ഗുണവും വരാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതായത് ഏർപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പല നല്ല കാര്യങ്ങളും സാധിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ദൈവകൃപയാൽ ഉറപ്പായും വന്നു ചേരും എന്നാണ് കാണുന്നത്. മാത്രവുമല്ല പലവിധ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോടും നിങ്ങൾ പരുഷ വാക്കുകൾ പറയരുത്. മാത്രവുമല്ല അയൽക്കാരുമായി നല്ല രമ്യതയിൽ കഴിയണം. ഈ അയൽക്കാർ എന്ന് പറയുമ്പോൾ വീടിൻ്റെ അയൽക്കാർ മാത്രമല്ല, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോടും നല്ല രമ്യതയിൽ പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശത്രുക്കളെയും അസൂയക്കാരെയും നല്ല കരുതലോടുകൂടി കൈകാര്യം ചെയ്തു വേണം ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ. കാരണം ശത്രുശല്യം വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7 എന്ന നമ്പറാണ്. ഈ അക്കത്തിൽ അവസാനിക്കുന്ന ഏത് ലോട്ടറി ടിക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി അടുത്തായിട്ട് പറയുന്നത്, അതായത് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്നത് രോഹിണി നക്ഷത്രം. നിങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വിവാഹ നിശ്ചയം അത് നീണ്ടുപോകും എന്നാണ് കാണുന്നത്. അതായത് നിലവിൽ ഇതിലിപ്പോൾ വിവാഹിതരായിട്ടുള്ളവർ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അനാവശ്യ വാക്ക് തർക്കങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത്, ഈ അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും അതുപോലെ അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും, അതിപ്പോൾ ജോലിസ്ഥലത്താകട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലാകട്ടെ, ഇങ്ങനെയുള്ള ഈ അവസരങ്ങൾ സംജാതമായാൽ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഠിനാധ്വാനവും നിങ്ങളുടെ നിരന്തര പരിശ്രമങ്ങളും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ നിങ്ങൾക്ക് തുണയാകും എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയാൽ പല അവസരങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2 എന്ന അക്കമാണ്. 2ൽ അവസാനിക്കുന്ന ഏത് ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് തിരുവാതിര നക്ഷത്രം. നിങ്ങളുടെ നവരാത്രി മുതൽ ഒക്ടോബർ 18 വരെയുള്ള സമയം നോക്കുമ്പോൾ ജോലിയിൽ മുന്നേറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും എന്നാണ് കാണുന്നത്. അതായത് ശാഠ്യം പിടിക്കുക അല്ലെങ്കിൽ വാശി വിജയിക്കട്ടെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു സ്വഭാവം മാറ്റി നിങ്ങൾ സൗമ്യമായ രീതിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ വലിയ സംരംഭങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യതകൾ വന്നു ചേരുന്ന ഒരു അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്.
എന്നാൽ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എതിരാളികളെ നിങ്ങൾ കരുതിയിരിക്കണം. അതായത് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഉറപ്പായിട്ടും കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരുമെങ്കിലും അത് നിങ്ങൾ തരണം ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രധാനമായ കാര്യങ്ങൾക്കായി കുടുംബാംഗങ്ങളുമായിട്ട് കൂടിയാലോചനകൾ നടത്തുവാൻ അവസരങ്ങൾ സംജാതമാകുന്നതാണ്. അതുപോലെ തന്നെ സന്ദർഭോചിതമായ തീരുമാനം കാരണം പല പ്രകാരത്തിലും തലവേദന ഒഴിവായി കിട്ടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു ബാധ്യതയായി മാറുമെന്നാണ് വ്യക്തമായി കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 5 എന്ന അക്കമാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രം. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ തോത് വളരെ കൂടുതലാണെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഈ കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും അത് നിങ്ങൾ അവഗണിക്കരുത്. പറ്റുമെങ്കിൽ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ശീലിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ഈ മറ്റ് ദോഷകാഠിന്യങ്ങളും കുറഞ്ഞു കിട്ടാനും നിങ്ങൾക്ക് ഈ കാലയളവിൽ ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞതുപോലെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കാരണം മിക്ക കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ട പോലെ പതിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കേണ്ട ഒരവസ്ഥ ഈ സമയങ്ങളിൽ സംജാതമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 8 എന്ന അക്കമാണ്. ഈ അക്കത്തിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ എടുത്താൽ നിങ്ങളുടെ ഭാഗ്യം അവിടെ തെളിഞ്ഞിരിക്കും. ഇനി അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രം. നിങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എതിർപ്പുകളെ നല്ല ക്ഷമയോടുകൂടി നേരിടാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് കുടുംബകാര്യങ്ങളിലും ബന്ധങ്ങളിലുമാണ്. അതായത് അടുത്ത് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ പോലും നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്ന പ്രതീതി ഉറപ്പായിട്ടും ഈ ഒക്ടോബർ 18 തീയതിയോടനുബന്ധിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിത്തീരും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്താൻ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രമിക്കണം. മാത്രമല്ല മാനസികമായിട്ട് നല്ല കരുത്ത് നേടുന്നത് ഈ മറ്റുള്ളവരിൽ നിന്നുള്ള വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിന് നിങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കും. ഇത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ശത്രുക്കൾ വർദ്ധിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതിനാൽ ക്രമവിരുദ്ധമായി ഒന്നും ചെയ്യരുതെന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 0 എന്ന അക്കമാണ്. അതുകൊണ്ട് തന്നെ 0-ൽ അവസാനിക്കുന്ന ഏത് ലോട്ടറി ടിക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പറയാൻ കാരണം ഈ കാലയളവിൽ ധനപരമായി അപ്രതീക്ഷിത വരുമാനം നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല തരക്കേടില്ലാത്ത ഉയർച്ച ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത്. മാത്രമല്ല ഈ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. ഇതിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നാണ് വ്യക്തമായി കാണുന്നത്. അതുപോലെ തന്നെ ഈ പരീക്ഷയിൽ വിജയം, പുതിയ വാഹനം, ഭൂമി, വീട് എന്നിവ വാങ്ങാനും അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംജാതമാകുന്നതാണ്. അവിടെ നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത് 1 എന്ന അക്കമാണ്. 1-ൽ അവസാനിക്കുന്ന ഏത് ടിക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്കെടുത്ത് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം. അതിന് ഉറപ്പായിട്ടും ഒരു സമ്മാനമെങ്കിലും കിട്ടാതിരിക്കില്ല. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നക്ഷത്രം ചോദ്യ നക്ഷത്രം. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രം വളരെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഈ പറഞ്ഞ ഈ നവരാത്രി മുതൽ ഈ ഒക്ടോബർ 18 വരെയുള്ള ആ ഒരു കാലഘട്ടം. എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കുള്ള സമ്മാനം എന്ന രീതിയിലായിരിക്കും ഈ ലോട്ടറി ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. മാത്രവുമല്ല പൊതുവെ നിങ്ങളുടെ ഫലം ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ആ ഏർപ്പെടുന്ന പ്രയത്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു യജ്ഞത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത്.
മാത്രമല്ല ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത മാർഗമധ്യേ കാണുന്നുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളെ നിങ്ങൾ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ, അതായത് അതിനുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ആത്മവിശ്വാസം ഉപയോഗിച്ച് നിങ്ങൾ ആ തടസ്സങ്ങളെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏതിൽ പോയി തൊട്ടാലും ശരി അതിലെല്ലാം നിങ്ങൾ നേടിപ്പോരും. അവിടെ പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഈ രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ചെറിയ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാകാൻ ഈ കാലയളവിൽ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൻ ധനനേട്ടം വ്യക്തമായി കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത് 4 എന്ന അക്കമാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ആ ദോഷ കാഠിന്യം അത് ഉറപ്പായിട്ടും കുറഞ്ഞു കിട്ടുമെന്നാണ് കാണുന്നത്. മാത്രമല്ല പ്രതീക്ഷിക്കുന്ന അത്ര ആനുകൂല്യങ്ങൾ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിന്നും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ ലോട്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള വാതുവെപ്പുകളിൽ നിന്നോ ഒരു വൻ സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ധനപരമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ അവസരവും നിങ്ങൾ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല വിലപ്പെട്ട വസ്തുവകകളും നിങ്ങളുടെ കൈവശം വന്നു ചേരാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഈശ്വരാധീനത്താൽ വിഷമങ്ങൾ തരണം ചെയ്യാനും നിങ്ങൾക്ക് ശക്തി ഉണ്ടായിത്തീരും, അങ്ങനെയും കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3 എന്ന അക്കമാണ്. അതുകൊണ്ട് തന്നെ 3 അവസാനിക്കുന്ന ഏത് ലോട്ടറി ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൽ നിന്ന് ഒരു സമ്മാനമെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നക്ഷത്രം പൂരാട നക്ഷത്രം. നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ ചുറുചുറുക്കോടുകൂടി മുന്നേറും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത്. മാത്രമല്ല ഈ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനും സന്താനങ്ങളുടെ നേട്ടത്തിൽ ആശ്വസിക്കാനും അവസരം സംജാതമാകുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് ഈ നവരാത്രി അവസാനം മുതൽ അങ്ങോട്ട് വന്നു ചേരാൻ പോകുന്നത്. പക്ഷെ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സഹപ്രവർത്തകരിൽ നിന്നും ചതി പറ്റാതെ കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. മാത്രമല്ല മേലധികാരികളിൽ നിന്നും അനുമോദനം ലഭിക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. മാത്രമല്ല ചില സമയങ്ങളിൽ ഈ വാഗ്ദാനം നിറവേറ്റാത്തത് നിങ്ങൾക്കൊരു ഉപകാരമെന്ന രീതിയിൽ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതുമാണ്. എങ്കിൽ പോലും ഈ കാലയളവിൽ, അതായത് ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 എന്ന അക്കമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് തിരുവോണം നക്ഷത്രം. അപ്രതീക്ഷിതമായ ചിലവുകൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വന്നു ചേർന്നിരിക്കും. പ്രത്യേകിച്ചും ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ ഇപ്പോഴേ വളർത്തിയെടുത്തില്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിക്കാൻ ഇടവരുത്തിയേക്കും. മാത്രമല്ല നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ച് മറ്റുള്ളവരോട് ഇടപെട്ടില്ലെങ്കിൽ അപമാനം ഏൽക്കാൻ ഇടയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ട് ഇടപെടുന്ന ആ ഇടപെടലുകൾ ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ വൈഷമ്യങ്ങൾ അത് പെരുപ്പിക്കാതെ നല്ല ക്ഷമയോടുകൂടി അതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ ഉറപ്പായും ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കി നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 5 എന്ന നമ്പറാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നക്ഷത്രം ചതയ നക്ഷത്രം. നിങ്ങൾക്ക് ഈ കാലയളവിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. മാത്രമല്ല അല്പം കഷ്ടതകൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അതും ഈശ്വരാധീനത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടി വരും. ആരെയും നിങ്ങൾ അമിതമായി വിശ്വസിക്കരുത്. മാത്രമല്ല വിശാലമായ ചിന്താഗതി പുലർത്തുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതരായേക്കും. മാത്രമല്ല ചില ഉന്നത ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് വ്യക്തമായി കാണുന്നത്. അതുപോലെ തന്നെ മാറ്റിവെച്ച യാത്രയ്ക്ക് അവസരം കൈവരുന്നതോടുകൂടി കൂടുതൽ വിദേശ യാത്രകൾ നടത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോകാനോ വളരെയധികം സാധ്യതകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7 എന്ന അക്കമാണ്. അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം. നിങ്ങൾ നിങ്ങളുടെ ചുമതലകൾ അത് യഥാസമയം പൂർണ്ണതയോടുകൂടി ചെയ്തു തീർക്കുക.
മാത്രവുമല്ല, നിങ്ങളുടെ ഈ സുഖസൗകര്യങ്ങൾക്ക് കൂടുതൽ പണം ചിലവിടുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ധനം കൂടി തീർന്നു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് രാഹുവിൻ്റെ ദൃഷ്ടി അല്പം പ്രതികൂലമായാണ് ഈ സമയങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് സാരം. അതുപോലെ തന്നെ നിങ്ങൾ അമിത ചിന്ത ഒഴിവാക്കണം. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു വൻ സമ്പാദ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതായത് ഏതെങ്കിലും ഒരു നിധി കിട്ടാനോ അല്ലെങ്കിൽ വലിയൊരു ലോട്ടറി അടിക്കാനോ നിങ്ങൾക്ക് ഭാഗ്യം കാണുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വന്ന് ഭവിക്കുന്നത്. ചിലവർക്ക് ഈ ലോട്ടറി എന്ന് പറയുമ്പോൾ ചെറിയൊരു തുകയായിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇവിടെ നിധി കിട്ടും എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ ഒരു ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ വന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ചെറിയ സമ്മാനം കിട്ടിയാലും അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇവിടെ നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത് 9 എന്ന അക്കമാണ്. അതിൽ അവസാനിക്കുന്ന ഏത് ലോട്ടറി ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോഴിവിടെ ഈ 12 നക്ഷത്രക്കാരെയും ഈ 12 നക്ഷത്രക്കാർക്ക് ഈ നവരാത്രി മുതൽ വന്നു ചേരാൻ പോകുന്ന ഭാഗ്യദായക നിമിഷങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.